ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നിസ്സഹായ അവസ്ഥയിൽ പ്രാർത്ഥിക്കാൻ പറ്റിയ ശക്തമായൊരു സങ്കീർത്തനമാണ്. സങ്കീർത്തനം 54. ആരും സഹായിക്കാനില്ലാത്തവർക്ക് ദൈവം സഹായത്തിനെത്തും. ദൈവമേ, നിന്റെ നാമത്താൽ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് 54 സങ്കീർത്തനം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഏതാഗ്രഹവും ദൈവം സാധിച്ചു തരും. സങ്കീർത്തനം 54. ദൈവം എനിക്ക് സഹായം. ദൈവമേ, അങ്ങയുടെ നാമത്താൽ എന്നെ രക്ഷിക്കണമേ. അങ്ങയുടെ ശക്തിയിൽ എനിക്ക് നീതി നടത്തി തരണമേ. ദൈവമേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. എൻ്റെ അധരങ്ങളിൽ നിന്ന് ഉതിരുന്ന വാക്കുകൾ ശ്രദ്ധിക്കണമേ. അഹങ്കാരികൾ എന്നെ എതിർക്കുന്നു, നിർദ്ദയർ എന്നെ വേട്ടയാടുന്നു. അവർക്ക് ദൈവചിന്തയില്ല. ഇതാ, ദൈവമാണ് എൻ്റെ സഹായകൻ. കർത്താവാണ് എൻ്റെ ജീവൻ താങ്ങി നിർത്തുന്നവൻ. അവിടുന്ന് എൻ്റെ ശത്രുക്കളോട് തിന്മ കൊണ്ട് പകരം വീട്ടും. അങ്ങയുടെ വിശ്വസ്തതയാൽ അവരെ സംഹരിച്ചു കളയണമേ. ഞാൻ അങ്ങയ്ക്ക് ഹൃദയപൂർവ്വം ബലിയർപ്പിക്കും. കർത്താവെ, അങ്ങയുടെ ശ്രേഷ്ഠമായ നാമത്തിന് ഞാൻ നന്ദി പറയും. അങ്ങ് എന്നെ എല്ലാ കഷ്ടതയിലും നിന്ന് മോചിപ്പിച്ചു. ശത്രുക്കളുടെ പരാജയം എൻ്റെ കണ്ണുകൾ കണ്ടു. ഈ സങ്കീർത്തനം ചൊല്ലി പ്രാർത്ഥിക്കുന്നത് മൂലം നിരവധി അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ആമേൻ.